ഹലോ എല്ലാവർക്കും നമ്മുടെ പവിത്രം സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ വേദയുടെയും വിക്രമിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് നമുക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ വേദ ശ്രീജയായിട്ട് പച്ചക്കറികളൊക്കെ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലൊക്കെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ പോയിട്ട് തിരിച്ച് വരുന്ന വഴി വിക്രമിൻ്റെയും മാഷിൻ്റെയും പഴയകാല ജീവിത കഥകൾ ശ്രീജയുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ ശ്രീജ ഓരോന്നായി പറയുന്നുണ്ട്. അതായത് ഒരു അച്ഛനും മകനുമായിരുന്നു വിക്രമും മാഷും തമ്മിൽ, അല്ല അതിനേക്കാളുപരി രണ്ട് സുഹൃത്തുക്കളോ അതിലും മേലെ അങ്ങനത്തെ ഒരു ബന്ധം, ആത്മബന്ധമായിരുന്നു മാഷും വിക്രമും എന്നാണ് നമ്മുടെ ശ്രീജ പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ഇത്രയും വെറുപ്പും അച്ഛന് വിക്രമിനോട് വരാൻ കാരണം. അപ്പോൾ ശ്രീജ ഓരോ കഥകളായിട്ട് നമ്മുടെ വേദയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേദ ചോദിക്കുന്നുണ്ട്, ഈ രാധയായിട്ട് എങ്ങനെയാണ് ബന്ധം. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, കുഞ്ഞുനാൾ മുതലേ അവൾ ഇവിടെയാണ് ഇടയ്ക്കൊക്കെ വളർന്നതും ആഹാരം കഴിക്കാനൊക്കെ വരുന്നത്. പിന്നെ അവളുടെ അമ്മ പണിക്ക് വരുന്നത് അച്ഛൻ്റെ കൂടെ തൊടിയിലൊക്കെ പണിക്ക് വരാറുണ്ട്. അവൾക്ക് പഠിക്കാനുള്ള മറ്റ് ചിലവും കാര്യങ്ങളൊക്കെ അച്ഛൻ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ വേദ ചോദിച്ചു, ഈ കുഞ്ഞിലേക്ക് ഇങ്ങനെ കല്യാണം പറഞ്ഞു വെക്കുന്ന പോലെ വല്ലതും രാധയും വിക്രമേനെയും കുറിച്ച് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല, ആരും അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. പക്ഷെ രാധയുടെ ഉള്ളിൽ എപ്പോഴോ ഒരു വിക്രമിനോടൊരു സ്നേഹം ഉണ്ട്. പക്ഷെ വിക്രമിന് തിരിച്ച് അങ്ങനെയൊന്നുമില്ല. കാര്യം വിക്രമ സ്വന്തം അനിയത്തിയെ പോലെയാണ് അവളെ കണ്ടിരുന്നത്. പക്ഷേ രാധ അങ്ങനെയല്ല. രാധ വിക്രമിനോട് തുറന്നും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിക്രമേട്ടനെ ഇഷ്ടമാണെന്നും ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞുള്ള കുറേ സീനുകളൊക്കെ ഉണ്ട്. +2 പഠിക്കുന്ന വിക്രം കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇവർ വരുന്നതും പോകുന്നതും ഒക്കെ ഒരുമിച്ചൊക്കെയാണ്. അവൻ ആ ഒരു കുട്ടിത്തം ആ ഒരു രീതിയിൽ വിക്രം കണ്ടിട്ടുള്ളൂ. പക്ഷേ രാധയുടെ ഉള്ളിൽ വിക്രമിനോടുള്ള ശരിക്കുള്ള ഒരു പ്രണയം തന്നെയായിരുന്നു. എന്നിട്ട് പിന്നെ ഇത് എപ്പോഴാണ് ശ്രീജേട്ടത്തി ഇത്രയും ദേഷ്യം വരാനുണ്ടായ കാരണം? അപ്പോൾ നമ്മുടെ ശ്രീജ പറയുന്നുണ്ട്, ഒരു ദിവസം വിക്രം കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ എന്നിട്ട് ടിഫിൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു കൂട്ടുകാരൻ അവർ 10 പേര് ചേർന്നിട്ട് അവർ ബിരിയാണി കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ മാഷ് വന്നിട്ട് ചോദിച്ചു, അപ്പോൾ ഒരാൾക്ക് എത്ര രൂപ വെച്ചാൽ? അത് 70 രൂപ എങ്ങോട്ടാണെന്ന് തോന്നുന്നു വെച്ചാൽ. അപ്പോൾ അവൻ വാങ്ങി തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളിന്ന് ആരും ടിഫിൻ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അവൻ മേടിച്ചു തന്നു. നാളെ ഇനി നീയും ഈ ഒരു ചിലവ് വഹിക്കേണ്ടി വരില്ലേ? 70 രൂപ വെച്ച് 10 പേർക്ക് 700 രൂപ. സത്യം പറഞ്ഞാൽ ഒരു മാസത്തെ അരി മേടിക്കാനുള്ള പൈസ ഒരു കുടുംബത്തിന് ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ. അല്ല അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തതായിരിക്കും മാഷിയെന്ന് നമ്മുടെ കമല പറയുന്നുണ്ടോ? കൊടുത്തതാണോ അതോ എന്തെങ്കിലും ഫീസ് അടയ്ക്കാനോ എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് മേടിച്ചാണെന്ന് എങ്ങനെ അറിയാം? അതുകൊണ്ട് മോൻ എന്തായാലും കഴിക്കേണ്ട, നീ ഇവിടുത്തെ ചോറ് കൊണ്ടുപോയി ഉച്ചയൂണ് കഴിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട്. അല്ലച്ച എല്ലാവരും വരും, നീ പോണ്ടാന്ന് പറഞ്ഞില്ലേ എന്ന് മാഷ് കടുപ്പിച്ച് പറയുകയാണ്. എൻ്റെ ശ്രീജ ചോറൊക്കെ എടുത്ത് ടിഫിനിൽ ആക്കി റെഡിയാക്കി നിൽക്കുകയാണ്. അപ്പോൾ ശ്രീജ വിക്രമിൻ്റെ ഫുഡ് ഉച്ചത്തെ റെഡിയാക്കി കൊണ്ടുവരാൻ പറയും. അങ്ങനെ ശ്രീജ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പം മാഷ് മല്ലായിട്ട് ആ ബാഗിങ് എടുത്ത് ഞാൻ ബാഗിനകത്ത് വെക്കാം. അപ്പം വിക്രം പതുക്കെ ബാഗ് ഒളിപ്പിച്ച് വെക്കാൻ നോക്കുകയാണ്. അതെന്താ നീ ബാഗ് ഒളിച്ചു വെക്കുന്നത്? അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ട് മാഷ് എല്ലാം ചെക്ക് ചെയ്യാണ്, ബാഗും ബുക്കൊക്കെ ചെക്ക് ചെയ്യണേ. ചെക്ക് ചെയ്യുന്ന സമയത്ത് മാഷ് നോക്കുമ്പോൾ ഒരു ബുക്കിനകത്ത് സിഗരറ്റ് കൂട്. അപ്പം മാഷ് അത് കയ്യിലെടുത്തപ്പോൾ അതിൻ്റെ അകത്ത് സിഗരറ്റ് അല്ല, അതിൻ്റെ അകത്ത് ഒരു പൊതിയിൽ എന്തോ ഒരു പൊടിയാണ്. അപ്പോൾ വിക്രം നിന്ന് പരങ്ങണം. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അത് മയക്കുമരുന്നായിരുന്നു. അപ്പോൾ ഇതെവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചുകൊണ്ട് മാഷ് ചോദിക്കുകയാണ്, അച്ഛാ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു തീരുന്നു. ഇപ്പോൾ എന്നെ മാഷിന് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അടിക്കുകയാണ്. കാരണം വെച്ചാൽ സ്വന്തം ബാഗിൽ ബുക്കിനകത്ത് അത് വന്നു എന്നുള്ളത് എവിടെ നിന്നാന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് കഷ്ടമുള്ള കാര്യമല്ലേ? അത് ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞാൽ മാഷിന് അന്നേരം വന്ന ദേഷ്യത്തോടു കൂടി മാഷ് അങ്ങോട്ട് എടുത്തിട്ട് അടിക്കുകയാണ്. കമലയും ശ്രീജയൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും കുറേ തല്ല് വിക്രമിനിട്ട് കിട്ടുകയാണ്. എന്നിട്ട് മാഷ് ദേഷ്യം വന്ന് പോവാണ്. എന്നിട്ട് അന്ന് രാത്രി മാഷ് വന്നിരിക്കുമ്പോൾ ശ്രീജയും കമലയൊക്കെ ചോറ് കൊണ്ടുകൊടുത്തിട്ട് കമലയോട് മാഷ് ചോദിക്കും, അവൻ വല്ലതും കഴിച്ചോ? ഇല്ല എന്ന് പറയാം. അവൻ്റെ ബുക്കിൽ അവനെ എങ്ങനെ വന്നു എന്ന് പിന്നെ അറിഞ്ഞുകൂടെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണേ? ദേഷ്യം ആർക്കാർക്കും വരില്ലേ? അല്ല മാഷെ, അവൻ കാര്യം സത്യം പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. രാവിലെയാണെന്ന് അവൻ അത് ബുക്കിനകത്ത് കണ്ടത്. ഇതെങ്ങനെ എൻ്റെ ബാഗിനകത്ത് വന്നു എന്ന് പോലും അവന് മനസ്സിലായില്ല. അപ്പോൾ അത് കോളേജിൽ കൊണ്ടുപോയിട്ട് ഇതെന്താ എങ്ങനെ സംഭവം എന്നുള്ള ചോദിക്കാൻ അവൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു സീൻ ഉണ്ടായത്. അത് പറയാൻ മാഷ് സമ്മതിച്ചതുമില്ല, മാഷ് വിശ്വസിച്ചതുമില്ല. അവന് പറയാനുള്ള ഒരു അവസരം കൂടെ മാഷ് കൊടുക്കണ്ടേ എന്ന് കമല പറഞ്ഞു. അപ്പോൾ മാഷ് പറഞ്ഞു, അവന് ഞാൻ അടിച്ചത് ഒരുപാട് വിഷമമായോ? വിഷമം അടിച്ചതിലല്ല, അച്ഛൻ പറഞ്ഞത് വിശ്വസിക്കാൻ പറയാൻ കൂട്ടാക്കിയില്ല എന്ന് വെച്ചാൽ പറയാൻ വന്ന കാര്യം അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്ന് ഓർത്താണ് വിക്രമിൻ്റെ സങ്കടം.
എന്ന് കമല പറഞ്ഞു. അങ്ങനെ മാഷ് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുന്നത് മാഷിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വരെയാണ്. മാഷ് അതെടുത്ത് നോക്കുമ്പോൾ വിക്രം കോളേജിൽ കിടന്ന് അടി ഉണ്ടാക്കുന്ന സീനുകളാണ്. അപ്പോൾ കമലയെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണോ നിൻ്റെ മോൻ ഒരു തെറ്റിലും പോകില്ല, ചീത്ത കൂട്ടുകെട്ടിലും കൂടില്ല എന്നൊക്കെ പറഞ്ഞ് നീ ഇത്രയും നേരം പുകഴ്ത്തിക്കൊണ്ടിരുന്ന നിൻ്റെ മോൻ്റെ പ്രക്രിയകൾ ഇതേ കാണ്. എന്നിട്ട് മാഷിനങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ആ ചോറെടുത്ത് അങ്ങോട്ട് മേശപ്പുറത്ത് തന്നെ എടുത്ത് ഇങ്ങനെ എറിഞ്ഞിട്ട് മാഷ് ഫോൺ പോലും എടുക്കാണ്ട് പുറത്ത് പോവുകയാണ്. അപ്പോൾ ആ സമയം വിക്രം വായനശാലയിൽ എന്തോ ബുക്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കുമായിരുന്നു. അപ്പോൾ കമലയും ശ്രീജ ഇത് കണ്ടങ്ങ് അന്തം വിടുകയാണ്. വിക്രം പറഞ്ഞിരുന്നത് എന്താണ്, താൻ ഒരു തെറ്റിനും പോവില്ല അമ്മേ, ഞാൻ നല്ല കൂട്ടുകെട്ടിൽ മാത്രമേ പോകത്തുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നിനും ഞാൻ ചെന്ന് തല വെക്കില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇത്രയും വലിയ കുറേ പിള്ളേരുമായിട്ട് അടി കൂടുന്ന ഒരു വീഡിയോ ആണ് ആ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം കമലയ്ക്കും ആകെ ടെൻഷനായി. അപ്പോൾ രാത്രിയായിട്ട് മാഷിനെയും കാണാനില്ല, വായനശാലയിൽ പോയ വിക്രമിനെയും കണ്ടില്ല. അങ്ങനെ കമല നോക്കിയിരിക്കുമ്പോൾ ശ്രീജ വന്നിട്ട് പറയും, അമ്മ ഇങ്ങനെ ഉറക്കളക്കേണ്ട, അച്ഛനും വിക്രമും ഒക്കെ വന്നോളൂ, അമ്മ വന്ന് കിടക്കുമെന്ന് പറയുന്ന സമയം നമ്മുടെ വിക്രം നടന്നു വരികയാണ്. അപ്പോൾ വിക്രമിനോട് ചോദിക്കും, എടാ നീ എന്ന് മുതൽ, കമല ചോദിക്കേണ്ട, നീ എന്ന് മുതലാണ് എന്നോട് കള്ളം പറയാൻ തുടങ്ങിയത്? ഞാൻ എന്ത് കള്ളം അമ്മയെ പറഞ്ഞത്? നീ എല്ലടാ പറഞ്ഞത് നീ നല്ല കൂട്ടുകെട്ടില്ല പോകണമെന്നും ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോകത്തില്ല, നല്ല രീതിയിൽ പഠിക്കാനാണ് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്തുവാന്ന് പറഞ്ഞിട്ട് കമല മാഷിൻ്റെ ഫോണിൽ ആ വീഡിയോ വന്നത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ വിക്രമിന് ഒന്നും പറയാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല. കാരണം കോളേജിൽ ഇങ്ങനെ തല്ലുപിടി കേസും അടിയും ബഹളവും ഒക്കെ ഉണ്ടായത് ആരോടും പറഞ്ഞില്ല. വിക്രം സത്യം പറഞ്ഞാൽ ഇതൊന്നും മനഃപൂർവ്വം ചെയ്തൊരു കേസല്ല, സാഹചര്യങ്ങൾ കൊണ്ട് കോളേജിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നതിൻ്റെ പേരിൽ ആരോ ശത്രുത തോന്നി അത് വിക്രമിൻ്റെ ബാഗിനകത്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ശ്രീജ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മാഷ് ഒരിക്കലും ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. മാഷിന് വല്ലാത്തൊരു സ്നേഹമാണ്. പെട്ടെന്നൊരു മകനെക്കുറിച്ച് അങ്ങനെ അത്രയും നെഗറ്റീവ് വരുമ്പോൾ ആ അച്ഛൻ്റെ ഉള്ളിൽ തോന്നുന്ന ദേഷ്യവും വികാരവുമാണ് നമ്മൾ അന്നേരം നമുക്കത് കാണാൻ പറ്റുന്നത്. എൻ്റെ ശ്രീജയോട് വേദ ചോദിക്കും, പക്ഷേ ഇവിടെ ശ്രീജേട്ടത്തി യഥാർത്ഥത്തിൽ അത് വിക്രമിൻ്റെ കൈകൾ അതിലുണ്ടോ, അതോ വിക്രം അറിയാണ്ട് പറ്റി ആരോ കൊണ്ടുവച്ചതാണോ? അപ്പോൾ ശ്രീജ ചോദിച്ചു, നിനക്കെന്ത് തോന്നുന്നു? ഇല്ല, എനിക്കറിയാവുന്ന വിക്രമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ചതിക്കുഴിയിൽ ചെന്ന് ചാടില്ല. ശരിക്കും അത് തന്നെയാണ്, അവൻ അറിയാണ്ട് അവനിൽ ആരോ പണി കൊടുക്കാൻ വേണ്ടി അവൻ്റെ ബാഗിനകത്ത് വെച്ച സംഭവമാണിത്. പക്ഷെ അത് എന്തോ നിർഭാഗ്യവശാൽ അത് അച്ഛൻ്റെ കയ്യിൽ കിട്ടിപ്പോവാണ്. അതാണ് യഥാർത്ഥത്തിൽ നടന്നത്. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, മിക്കയിടത്തും ഇങ്ങനെയുള്ള കേസുകളിൽ മാതാപിതാക്കൾക്ക് അത് പരിഹരിക്കുന്നതിലെടുക്കുന്ന തെറ്റാണ് പിന്നീട് അത് ആ കുട്ടികളുടെ ഭാവിയെ വഴിതെറ്റിക്കുന്നത്. അതായത് അവർ വളരെ ക്രൂരമായ രീതിയിൽ ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യും. നമ്മളത് അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് തിരുത്തല്ല ചെയ്യുന്നത്. അതിനേക്കാൾ എതിരെ ദേഷ്യം വരുന്ന രീതിയിൽ കുട്ടികളെ തല്ലുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് അതിൽ നിന്ന് കുട്ടികൾ ഇല്ലാണ്ടാക്കുക, കുട്ടികളുടെ ഭാവി കളയുന്ന രീതിയിലാണ് ചില പാരൻസുകൾ ഇടപെട്ട് ഇല്ലാണ്ടാക്കുന്നത്. അത് തന്നെയാണ് വിക്രമിൻ്റെ ജീവിതത്തിലും മാഷിന് സംഭവിച്ചത്. അതായത് ഇതിൽ ശരിക്കും നടന്ന സംഭവം എന്താണെന്നോ അല്ലെങ്കിൽ വിക്രമിന് ഇതിൽ പങ്കുണ്ടോ എന്നൊന്നും മാഷ് തിരക്കാനോ അല്ലെങ്കിൽ അതറിയാനോ പോലും മാഷ് കൂട്ടാക്കിയില്ല. ഇതാണ് വിക്രമിൻ്റെ ലൈഫിൽ നടന്നത്. അതിനെ തുടർന്ന് പിന്നെ വിക്രമിനെ പോലീസ് അറസ്റ്റ് വരികയും അങ്ങനെയുള്ള പല കാര്യങ്ങൾ പിന്നെ ജീവിതത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഈ കഥകളാണ് വിക്രമിൻ്റെ കുറിച്ച് ശ്രീജയുടെ വായിൽ നിന്ന് കേട്ട് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും കുറച്ചും കൂടെ സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ പവിത്രം പ്രൊമോ വീഡിയോയിൽ ഏകദേശം ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊമോയൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ സപ്പോർട്ടും നമുക്ക് എല്ലാ രീതിയിലും നിങ്ങൾ തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല വിശേഷങ്ങൾ അടുത്ത പ്രൊമോ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.